ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്ററിനകത്ത് മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേഷനകത്ത് 1.5 പേജ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഷോർട്ട് മെത്തേഡിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു എൻ പ്ലസ് 1. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് ചെയ്യണ ഇതാണ്, ഫോർമുല ഇതാണ്: 1/n ഇൻറ്റു ലോഗ് എക്സ് റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു എൻ പ്ലസ് 1. ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ആൻസർ എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു 7 പ്ലസ് 1 ആണെന്ന് വെച്ചോ. ഇതിന് നമ്മുടെ ഫോർമുല വെച്ച് എങ്ങനെ എഴുതാം? 1/7. എന്നിൻ്റെ സ്ഥാനത്ത് എടുക്കുന്ന നമ്പർ ഈ 7 ആണ്. 1/7 ലോഗ് എക്സ് റൈസ് ടു 7 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 7 പ്ലസ് 1 പ്ലസ് ഇ എന്ന് എഴുതാം. കാരണം എന്നിൻ്റെ സ്ഥാനത്ത് 7, താഴെയും എന്നിൻ്റെ സ്ഥാനത്ത് 7 പ്ലസ് 1. ദെൻ അനദർ എക്സാമ്പിൾ നോക്കാം. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു 4 പ്ലസ് 1. സെക്കൻഡ് വൺ നമ്മുടെ ആൻസർ ഇതനുസരിച്ച് എങ്ങനെ വരും പറഞ്ഞു മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 1/n ലോഗ് എക്സ് റൈസ് ടു 4 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4 പ്ലസ് 1 പ്ലസ് ഇ. ക്ലിയർ ആയല്ലോ? ദെൻ തേർഡ് വൺ ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 ആണെന്ന് വെച്ചോ. ആൻസർ ഈസ് എന്ത് വരും? 1/n 1/n സ്ഥാനത്ത് 2 1/2 ലോഗ് എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ്. വളരെ സിമ്പിൾ ആയിട്ട് ഓരോ ഇക്വേഷനും ഇൻ്റഗ്രേഷനകത്ത് മെത്തേഡ് ഇതുപോലെ നമുക്ക് ചെക്ക് ചെയ്യാൻ പഠിക്കാം.